അപ്പോൾ എല്ലാവരും വൈറലായ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പം ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ വെച്ചുണ്ടായ അനുഭവം ആ കുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് വഴി ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും എനിക്ക് ആ പെൺകുട്ടിയോട് പറയാനുള്ള ഒരു കാര്യം, ഈ കാണിച്ചത് വളരെ മോശമായി പോയി എന്നാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ അത് ബാഡാണോ ഗുഡാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. ഞങ്ങൾക്കത് ബാഡ് ടച്ച് ആണെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ആദ്യം ഒന്ന് മാറി നിൽക്കും. ഈ പെൺകുട്ടി അങ്ങനെ ആയിരുന്നില്ല. ആ ചേട്ടൻ്റെ കൈ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് മുട്ടിയത് കാരണം ഈ കുട്ടി ഒന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം മാറി നിൽക്കും. വീണ്ടും ഞങ്ങളുടെ മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ അടുത്ത് പ്രതികരിക്കും. ഈ കുട്ടി അങ്ങോട്ട് പോയി മുട്ടുന്നതാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിങ്ങൾ തന്നെ പറയൂ. അപ്പം ഈ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമായി. അദ്ദേഹം വേറെ ഒന്നും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടതുമില്ല. എന്തായാലും ഇത് വളരെ മോശം പ്രവണതയാണ് കേട്ടോ. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി കാരണം ഇനി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും ആരും ഇടപെടില്ല കേട്ടോ. ഇനി ഏതെങ്കിലും പുരുഷന്മാർ മോശമായ രീതിയിൽ ഏതെങ്കിലും പെൺകുട്ടിയോട് പെരുമാറിയാൽ ആരും അതിനെതിരെ പ്രതികരിക്കാൻ വരില്ല കേട്ടോ. അത് ഈ പെൺകുട്ടി കാരണമാണ്. പിന്നെ ആ പെൺകുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ശിക്ഷ അർഹിക്കുന്നതാണ്. നഷ്ടപ്പെട്ടത് ആ ചേട്ടൻ്റെ ജീവിതമാണ്, ആ ചേട്ടൻ്റെ കുടുംബമാണ്. അപ്പം അതൊന്നും ആ പെൺകുട്ടി ഓർത്തില്ല. പക്ഷേ ആ കുട്ടി വീഡിയോ എടുക്കുമ്പോഴും ആ കുട്ടിയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ എടുക്കുന്നതാണെന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാകും. അപ്പം വൈറലാകാൻ ശ്രമിച്ച പെൺകുട്ടി ഇപ്പോൾ വൈറലായി ഏറിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നല്ലപോലെ വൈറലായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നത് പോലെ പുരുഷനും സുരക്ഷ ആവശ്യമായി തോന്നുന്നു എന്ന് ഈ സംഭവത്തോടെ മനസ്സിലായി. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ബസ്സുകൾ നിരത്തിൽ ഇറക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. ലേഡീസിനും ജെൻസിനും ഒക്കെ സെപ്പറേറ്റ് ബസ്സുകൾ വേണം. അപ്പം പിന്നെ ഈ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. കാര്യം ഈ കുട്ടി കാരണം ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് പോലും ഇനി നേരിടാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തുകളായിരിക്കും.